ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കനിൽ വെണ്ടക്ക ചേർത്തുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ലൈറ്റ് ഗ്രേവിയുടെ ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് മീലായിട്ടും കഴിക്കാം, സൈഡ് ഡിഷായിട്ടും കഴിക്കാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണിത്. കുട്ടികൾക്ക് ഇതൊരു മീലായിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അറ്റം കളയാതെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലാൻഡ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുക്കുക. വെണ്ടയ്ക്ക പൊങ്ങിക്കിടക്കും, അതുകൊണ്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം വേറൊരു പാത്രത്തിൽ ഐസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഈ ബ്ലാൻഡ് ചെയ്ത വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുൻപ് വെള്ളത്തിൽ നിന്ന് എടുത്താൽ മതിയാകും. നമുക്കിനി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ടേസ്റ്റിനുള്ള ഉപ്പും 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. സോസ് ഇല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതിയാകും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതിയാകും. എന്നിട്ട് ഈ ചിക്കനുമായിട്ട് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുശേഷം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സവാള വലുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. സവാളയൊക്കെ ഒന്നും ഒത്തിരി വേണ്ട, പക്ഷേ വെളുത്തുള്ളി മാത്രം കുറച്ച് കൂടുതൽ വേണം. ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 3/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലറ്റ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബ്ലാക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾ നോക്കുക, പാകത്തിന് വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു 10-12 മിനിറ്റ് വരെ മൂടി വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ചിക്കൻ വെന്തതിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. നന്നായി ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചിക്കൻ ഡ്രൈ ആവണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് ചേർക്കാം. 2 അറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുക്കം കട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ഉള്ളിൽ കേടുള്ള വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയേക്കണം. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഈ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ചിക്കനിലെ ഗ്രേവിയൊക്കെ ഈ വെണ്ടയ്ക്കയിൽ പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഡിഷാണിത്. വെണ്ടയ്ക്ക ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ഹെൽത്തിയുമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ വെണ്ടയ്ക്ക ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സിമ്പിളാണ്, അവരൊരു മീലായിട്ട് കഴിച്ചോളും ഇത്. പിന്നെ വേണമെങ്കിൽ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.